ഹായ്, അസ്സലാമലൈക്കും. പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. നിങ്ങളെല്ലാവരെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇന്ന് നമ്മൾ ഒരു കല്യാണത്തിന് പോയി. വിഷമവും സങ്കടമായിട്ട് അവിടുന്ന് വന്ന് ചോറൊന്നും കഴിക്കാത്ത അവരൊരു വാക്ക് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ അവിടുന്ന് ചോറൊന്നും കഴിക്കാത്ത ഞാൻ വന്നു. പിന്നെ ഇവിടെ ഒരു സുന്നത്ത് കല്യാണം ഉണ്ടായിരുന്നു, അവിടേക്ക് പോയി. അവിടുന്ന് ചോറ് കഴിക്കാത്ത വന്നാൽ ഇത് എൻ്റെ മനസ്സിന് ഭയങ്കര വിഷമമായി, താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ വിളിച്ചതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സുന്നത്ത് കല്യാണത്തിന് പോയി ഒന്ന് തല കാട്ടി വന്നു. പിന്നെ വീട്ടിൽ വന്നു ബീഫ് കറിയാക്കി, ചിക്കൻ ഫ്രൈ ആക്കി, ചോറുണ്ടാക്കി, അങ്ങനാക്കി ചോറെല്ലാം കഴിച്ചു. അവർ പറയുമ്പോൾ അതൊന്നും അവർ ഇത് മൈൻഡ് ചെയ്യാതെ നമ്മളെ പറയുന്നുണ്ട്. നമുക്ക് എത്ര വിഷമാവുന്നൊന്നും അവർക്ക് അറിയുന്നില്ല, നമ്മളെ മനസ്സിലേക്ക് എത്ര വിഷമാണെന്ന്. ബീഫ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഐസെല്ലാം പോയി. പിന്നെ അതിനെ മുറിച്ചു. പിന്നെ സവാള കട്ട് ചെയ്തു, തക്കാളി കട്ട് ചെയ്തു, പച്ചമുളകും കട്ട് ചെയ്തു. നല്ലൊരു ബീഫ് കറിയാക്കി നമ്മൾ ഇന്ന് ചോറ് കഴിക്കുന്നതാണ്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ വീഡിയോ എൻ്റെ മോൻ നബിയിൽ ഇത് എഡിറ്റ് ചെയ്യുന്നതാണ്. നേരിട്ടും ചോദിച്ചിട്ടുണ്ട്, കമൻറ്റിലും ചോദിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ കുടുംബക്കാർ തന്നെ ചോദിക്കുന്നതാണ്, അതാണ് എനിക്കറിയാം. പിന്നെ കുടുംബക്കാർ ഒരു സപ്പോർട്ടും ഇല്ല, ഇവർ തമാസാക്കാൻ മാത്രമുള്ളത്, മനുഷ്യനെ വിഷമിക്കാനും തമാസാക്കാനേ ഉള്ളത്. പിന്നെ ബീഫ് നമ്മൾ കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട്, എനിക്ക് സപ്പോർട്ട് എൻ്റെ കൂട്ടുകാരെല്ലാം തരുന്നുണ്ടല്ലേ, അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ഉണ്ട്, എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, എൻ്റെ മുത്തുമണികൾക്ക്. ഗ്യാസ് കത്തിച്ചു, കുക്കർ വെച്ചു, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇനി വേവാൻ വെക്കാം, ഒരു 10 മിനിറ്റ് വേവാൻ വെക്കാം. നല്ല വേവുണ്ട് ബീഫിന്. പിന്നെ ഒരു കടായി വെച്ച് അത് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് സവാള ഇടാം. 4-5 സവാള ഉണ്ട് ഇതിൽ. ബീഫ് 2 കിലോളം ഉണ്ട്. അത് നല്ലപോലെ വരട്ടി അതിൻ്റെ പച്ചമണം മാറുന്നവരെ വരട്ടാം. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. കുറേ ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ സൗണ്ടൊന്നും ശരി വരുന്നില്ല. പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. സൗണ്ടെല്ലാം ശരിയില്ല, നിങ്ങൾ ക്ഷമിക്കണം. ഇവരെല്ലാം കുടുംബക്കാർ കുറ്റങ്ങളെ പറയാനുള്ളത്, വേറെ ഒരു സപ്പോർട്ടൊന്നും നമുക്കില്ല, ഒരു ലൈക്ക് പോലും ഇടാലോ. ഇതെല്ലാം ലൈക്കും എൻ്റെ വ്യൂസും എല്ലാം എൻ്റെ മുത്തുമണികളത്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നോക്കി മിണ്ടാത്തിരിക്കും ഇവർ, ലൈക്കൊന്നും ഇടല. പിന്നെ കുറ്റം കുറേ പറയും. കുറച്ച് നമ്മൾ കറിവേപ്പില ഇട്ടോ,
പച്ചമുളക് ഇട്ട് അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ വരട്ടി. പിന്നെ തക്കാളി ഇട്ട്, തക്കാളി നല്ല വെന്തതിന് ശേഷം പൊടികളെല്ലാം ഇടാം. ഇത് ഞാൻ ഇന്നലെ കല്യാണത്തിന് പോയിട്ട് വിഷമായി എന്ന് പറഞ്ഞില്ലേ, അത് ഈ വീഡിയോൻ്റെ വിഷയത്തിൽ തന്നെ യൂട്യൂബിൽ ഇട്ടതിന് വിഷയത്തിൽ തന്നെ അവരെന്തോ വീഡിയോ ഇതിൽ ചെറുങ്ങനെ കണ്ടല്ല, അത് അവർക്ക് പിടിച്ചിട്ടില്ല. അവരൊന്നും കാണുന്നില്ല അതിൽ, ആ വീഡിയോയിലൊന്നും അവരെ കാണുന്നില്ല. വെറുതെ ഒരു കാണുന്നു പറഞ്ഞിട്ട് ഇത് വഴക്കാളികളൊക്കെ വഴക്കിടാൻ വരുന്നുണ്ട്. ഞാനതിനൊന്നും മൈൻഡേ ചെയ്തില്ല. ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ടേ വന്നു. കുറച്ച് ഇതിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഗരം മസാല ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എന്നോട് കുറേ ആൾക്കാർക്ക് ഇത് ഭയങ്കര അസുഖമുണ്ട്. അത് അസുഖമെന്ന് തന്നെയാണ് പറയത്ര, കുശുമ്പ്. പിന്നെ അവർക്ക് നല്ലൊരു അഭിപ്രായം ഇല്ല. ഇത് ഇങ്ങനത്തെ മോശമായ അഭിപ്രായം മാത്രമുള്ള എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ട്. നല്ലൊരു അഭിപ്രായം അവർ പറയാനില്ല. ഇത് നല്ലതായിട്ടുണ്ട്, ഗുഡായിട്ടുണ്ട് ഒന്നും പറയില്ല. അതിലെന്തെങ്കിലും തെറ്റുണ്ട് അതിനെ പിടിച്ച് പറയും. പിന്നെ ബീഫ് ബന്ധു ഞമ്മ മസാല ഉണ്ടാക്കിയതിലേക്ക് ഇട്ടു. മുളക് പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് മല്ലിയും മുളക് പൊടിയെല്ലാം ഞാൻ വറുത്ത് പൊടിയാക്കിയതാണ്. മിക്സ് അത് 2 സ്പൂൺ ഇട്ടിട്ട് ഈ ബീഫിനെ ഇത് ഈ മസാലയിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിച്ചപ്പിട്ട് അങ്ങനെ ബീഫ് കറി റെഡിയായി, ചോറും റെഡിയായി, ചിക്കൻ ഫ്രൈയും റെഡിയായി. പിന്നെ കുറച്ച് കൊക്കമ്പറെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ആക്കിയതാ. ചോറും ബീഫ് കറിയും ഈ ചിക്കൻ ഫ്രൈ എല്ലാം കല്യാണത്തിന് വന്നിട്ട് എനിക്ക് ഭയങ്കര വിശന്നിട്ട് വേറെ, പിന്നെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമായി. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും.